ശ്രീമതി രേവതി ബാബു, ഇപ്പോൾ കെ സ്വിഫ്റ്റ് പ്രകാരം വ്യവസായ നിക്ഷേപത്തിന് സർക്കാരിന് ലൈസൻസ് കൊടുക്കാം. സർക്കാർ ലൈസൻസ് കൊടുത്തപ്പോൾ പഞ്ചായത്തിനോട് അനുമതി തേടിയില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും പറയുന്ന ഒരു വാദം. അങ്ങനെ ലൈസൻസ് കൊടുക്കാം, 3 വർഷത്തിനകം പഞ്ചായത്തിന്റെ അനുമതി കിട്ടിയാൽ മതി എന്നുള്ളതാണ് ചട്ടം. അപ്പോൾ നിങ്ങളെ അറിയിച്ചില്ല എന്നൊരു വാദം നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് വെക്കാനാകും? അതിലപ്പുറം കൂടുതൽ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടോ? താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ് ഈ 1 മണിക്കൂറിനകത്ത് എനിക്ക് കിട്ടിയത് 3 മിനിറ്റ് സമയമാണ്. ഈ 3 നമ്മുടെ പ്രതിനിധികളും പറഞ്ഞതിന് മറുപടി പറയേണ്ടുന്ന ഒരു സ്ഥിതിയിലാണ് ഞാൻ. ഈ സജീഷ് ഒരു സ്വപ്ന ലോകത്താണെന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. കാരണം സീറോ വേസ്റ്റ്, അത് വിശ്വസിച്ചു. ഒരു തുള്ളി വെള്ളമെടുക്കില്ല, അതും വിശ്വസിച്ചു. ഒരു പരിസര മലിനീകരണം ഉണ്ടാവില്ല, അതും വിശ്വസിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു നുണ 100 തവണ ആവർത്തിച്ച് സത്യമാക്കാനുള്ള ഒരു കഴിവ് CPM-ന് പണ്ടേ ഉണ്ട്. അതിപ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാനൊരു കൃഷിക്കാരൻ്റെ മകളാണ് എന്ന് അഭിമാനത്തോടെ ഞാൻ ഓരോ കർഷകരുടെ യോഗത്തിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കർഷകരെ അവരെ ഈ കൃഷിയിലേക്ക് ഇറക്കുന്നതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരോടൊപ്പം മണ്ണിലും ചെളിയിലും പാടത്തും പറമ്പത്തും ഇറങ്ങി അവരോടൊപ്പം വിത്ത് വിതയ്ക്കാനും ഞാറ് നടാനും കള പറിക്കാനും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. സജീഷ് പറഞ്ഞു അവർ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റല്ലേ. സജീഷെ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലുള്ളത്. ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അങ്ങനെ ആയിരിക്കാം. കാരണം ജയിച്ചു കഴിഞ്ഞാൽ CPM-ൻ്റെ മുഖ്യമന്ത്രി, CPM-ൻ്റെ മന്ത്രി. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നോ കേരളത്തിൻ്റെ മന്ത്രി എന്നോ അല്ല പറയുന്നത് നിങ്ങൾ. ആ ഒരു ശീലത്തിലായിരിക്കാം എന്നെയും അതുപോലെ പറഞ്ഞിട്ടുണ്ടാകുക. ഞാൻ ഈ പഞ്ചായത്തിലെ 55,000 ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ കോൺഗ്രസിൻ്റെ വക്താവായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ദയവ് ചെയ്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ പഞ്ചായത്ത് കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. മാന്യമായിട്ട് സമാധാനത്തോടെ നല്ല ശുദ്ധമായ, ഞാൻ ഇന്നലെ പോലും നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരു ആനുവൽ ഡേക്ക് പങ്കെടുത്തിട്ട് ഞാൻ പറയുകയുണ്ടായി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും വിഷമില്ലാത്ത ഭക്ഷണവും, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് എല്ലായിടത്തും പറയും. അതിന് ഞങ്ങളെ ദയവ് ചെയ്ത് അനുവദിക്കുക എന്നാണ് ഇത് കാണുന്ന എക്സൈസ് മന്ത്രിയോടും CPM-ൻ്റെ പ്രതിനിധിയോടും കൂടാതെ മുഖ്യമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ 450-ലേറെ സ്വകാര്യ കുളങ്ങളുണ്ട്. ഈ കുളങ്ങൾ ഒന്ന് നന്നാക്കി ആഴം കൂട്ടി തിട്ട് ബലപ്പെടുത്തി ഒന്ന് സംരക്ഷിച്ചാൽ ധാരാളം വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയും. ഞങ്ങൾ 2 വർഷം മുൻപ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയോട് റിക്വസ്റ്റ് കൊടുത്തതാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കേന്ദ്ര ഫണ്ട് തരുമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളൊരു DPR ഉണ്ടാക്കി സ്റ്റേറ്റിന് കൊടുക്കൂ, സ്റ്റേറ്റ് നാഷണലിന് തരും, എന്നിട്ട് ഞങ്ങൾ ഫണ്ട് പാസ്സാക്കാം എന്ന്. ഞങ്ങളത് DPR തയ്യാറാക്കുന്ന പ്രവർത്തനവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഉള്ള വെള്ളവും ഊറ്റി കുടിക്കാനായിട്ട്, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിച്ചോളൂ, സജീഷ് വിശ്വസിച്ചോളൂ, ഇത്തരം ഒരു കമ്പനി ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ നിന്ന് എടുക്കില്ല, മഴവെള്ളമേ എടുക്കുള്ളൂ, മലമ്പുഴയിലെ വെള്ളമേ എടുക്കുള്ളൂ, ഒരു തുള്ളി വേസ്റ്റ്, ഒരു പൊട്ട് വേസ്റ്റ് പോലും മണ്ണിൽ നിക്ഷേപിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ടാപ്പിയോക്ക കൊണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ഒറ്റപ്പാലത്ത് തുടങ്ങിയല്ലോ, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പൂട്ടിപ്പോയില്ലേ? ഇന്നാണെന്ന് തോന്നുന്നു ഒരു ചാനലിൽ കണ്ടു, നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ 20% ചിലവാകുന്നുള്ളൂ, ബാക്കിയൊക്കെ കെട്ടിക്കിടക്കുന്നു എന്ന്. ഈ കെട്ടിക്കിടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ കടകാലിയാക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്.
ഈ കട വിറ്റഴിക്കുക, കട കാലിയാക്കുക. അതുപോലെ നിങ്ങൾ ഈ മദ്യവും ഈ സ്ത്രീകളിനെയും വളർന്നു വരുന്ന കുട്ടികളെയും കുടിപ്പിച്ച് കട കാലിയാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊന്നും പറയരുത്. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയുണ്ട്. അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന സംവിധാനങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞങ്ങളുടെ ഈ കാർഷിക മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഈ പഞ്ചായത്തിൽ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താൻ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കൂ. ഇപ്പോൾ ഒരു കാര്യം, ഈ കേന്ദ്രം അംഗീകരിച്ച കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി പാലക്കാടിനെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആക്കാനുള്ള ഒരു പദ്ധതി നിലവിലുണ്ട്. കേന്ദ്രം അംഗീകരിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു അംഗീകാരം പാലക്കാടിന് ലഭിക്കുമ്പോൾ അവിടെ ഇനിയും വ്യാവസായിക സ്ഥാപനങ്ങൾ വരും. അപ്പോൾ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് വെള്ളം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാലക്കാട് വ്യവസായങ്ങൾ വേണ്ട എന്നൊരു നിലപാടുണ്ടോ നിങ്ങൾക്ക്? അതായത് മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യനും ദോഷമുണ്ടാക്കുന്ന ഒരു വ്യവസായവും വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശരി, ഈ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൂടി ഒരു മറുപടി പറഞ്ഞ ശേഷം താങ്കൾക്ക് ചർച്ചയിൽ നിന്ന് പോകാം. തീർച്ചയായിട്ടും അനുമതി ആവശ്യമില്ല എന്ന് നിയമപ്രകാരം അവർക്ക് പറയാം. കാരണം ഏകജാലകം വഴി വ്യവസായികൾക്ക് എല്ലാ അനുമതിയും നേടിയെടുക്കാം. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന 26 ഏക്കർ സ്ഥലത്ത് ഒരു റോഡ് നിർമ്മിക്കുന്നതിനോ സ്ഥലം നികത്തുന്നതിനോ പഞ്ചായത്തിൻ്റെ അനുമതി വേണ്ടതാണ്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് പഞ്ചായത്തിനെ സമീപിക്കേണ്ടി വരും. 3 വർഷത്തിനകം എനിക്ക് 3 വർഷത്തിനകം ആയിക്കോട്ടെ, 3 വർഷമോ 3 മാസമോ എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം ഇത് ഇത്രയും പ്രതിഷേധങ്ങൾ മറികടന്ന് ഗവൺമെൻറ് ഈ പദ്ധതിക്ക് ഈ നടത്തിപ്പിന് വേണ്ടിയിട്ട് അനുമതികൾ ഇനിയും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നേ പറയാനുള്ളൂ, അവിടുത്തെ ഭിന്നിച്ച് നിൽക്കുന്ന മുഴുവൻ ജനങ്ങളും ഇപ്പോൾ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഇതിന് ശക്തമായിട്ട് നേരിടാൻ തന്നെയാണ് നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാ ജനങ്ങളും ചിന്തിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അവിടെ ഇതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഒരു ലോഡ് കല്ലോ അല്ലെങ്കിൽ ഒരു ലോഡ് സിമെൻറ്റോ ഒന്നും ഈ അതിർത്തി കടന്ന് ആ സൈറ്റിലേക്ക് പോകില്ല എന്ന് ഞാനിവിടെ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. രവതി ബാബു, അങ്ങനെയെങ്കിൽ CPM നിലപാടുള്ള അവിടുത്തെ കർഷകരുണ്ടല്ലോ, അവരും നിങ്ങളോട് സഹകരിക്കുകയാണോ? തീർച്ചയായിട്ടും മിനിഞ്ഞാന്ന് ഒരു ചാനലിൽ അവിടുത്തെ CPM കർഷകനാണ് ആദ്യമായിട്ട് പ്രതികരിച്ചത്. ഞാൻ ഓർക്കുന്നു, മനോരമ ന്യൂസ് ചാനലിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവിടുത്തെ CPM പ്രതിനിധിയാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതികരിച്ചത്. അപ്പോൾ ഒരു തരത്തിലും പദ്ധതി വരാൻ അനുവദിക്കില്ല അല്ലേ? തീർച്ചയായും ഇത് വീട്ടമ്മമാരുടെ, കർഷകരുടെ, നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ വ്യക്തികളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ശക്തമായി നേരിടും. ആ കാര്യത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല. സജീഷും കൂട്ടരും വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ. അതുകൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. നമ്മളുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി രവതി ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.